പോലെ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ കേവല ഭൂരിപക്ഷമൊക്കെ ഉറപ്പിച്ച് വിജയുടെ ടിവിക്ക് എത്തിയിട്ടുണ്ട്. 2 വീതം VC-ക്ക് മുസ്ലിം ലീഗ് MLA-മാരുടെ കൂടി പിന്തുണ ഉറപ്പിച്ചതോടുകൂടി കേവല ഭൂരിപക്ഷമായ 118 എന്ന മാജിക് നമ്പറും കടന്ന് 120 MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ച് വിജയ് ലോക് ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ ഉടൻ തന്നെ കാണും. സുജിത്ത്, അപ്പോ വിജയുടെ ടിവിക്ക് പറഞ്ഞ നമ്പറിലും കടന്നുള്ള ഭൂരിപക്ഷവുമായി ആർലേക്കറിനെ കാണാൻ എത്തിയിട്ടുണ്ട് അല്ലേ? അതെ, അല്പം മുമ്പാണ്, ഒരു 5 മിനിറ്റ് മുമ്പാണ് വിജയുടെ വാഹനവ്യൂഹം ഇപ്പോൾ ഉള്ളിലേക്ക് കടന്നുപോയത്. വലിയ സുരക്ഷയോട് കൂടിയിട്ടാണ് വാഹനവ്യൂഹം എത്തിയത്. വിജയ് മാത്രമല്ല, വിജയെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് കക്ഷികൾ CPI, CPIM, VC-K എന്നിവരുടെ കൊടികൾ വെച്ച കാറുകളും കണ്ടു. അവയ്ക്കുള്ളിലെ നേതാക്കന്മാർ ആരെന്നുള്ളത് വ്യക്തമല്ല. ഇതുവരെ കത്തുകളുമായിട്ടാണ് പോയത്. അപ്പോൾ പലവിധ ന്യായങ്ങൾ പറഞ്ഞ്, പലവിധ തൊടുന്യായങ്ങൾ പറഞ്ഞ് അതൊക്കെ ഒഴിവാക്കുകയായിരുന്നു ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ചെയ്തത്. ഇപ്പോൾ ഇതാ കക്ഷികളുമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകകക്ഷി നേതാക്കളുടെ അടക്കം കത്തുകളും ഒപ്പം അവരെയും കൂട്ടി തന്നെയാണ് വിജയ് ഉള്ളിലേക്ക് പോയതെന്ന് മനസ്സിലാക്കണം. CPI-യുടെയും CPM-ൻ്റെയും VC-യുടെയും കൊടിവെച്ച വാഹനങ്ങൾ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. ഉള്ളിലേക്ക് പോകുന്നത് കണ്ടു. ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും, ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും ഇപ്പോൾ തമിഴ്നാട് ലോക് ഭവന് മുമ്പിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ 4ാമത്തെ തവണയാണ്, കഴിഞ്ഞ 4 ദിവസങ്ങളായി 4ാമത്തെ തവണയാണ് വിജയ് ഉള്ളിൽ ലോക് ഭവനിലെത്തി ഗവർണറെ കാണുന്നത്. 4 തവണയും പലവിധ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഒഴിവാക്കിയത്. ഇന്ന് വൈകുന്നേരം വിജയ് കേരളത്തിലേക്ക് യാത്ര തിരിക്കും എന്ന മട്ടിലായിരുന്നു നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ അല്പം മുമ്പ് വിജയ്ക്ക് ഭൂരിപക്ഷം, അതായത് 118 എന്ന ഭൂരിപക്ഷ നമ്പറും കടന്ന്, അതായത് ആ മാന്ത്രിക സംഖ്യയും കടന്ന് 120ലേക്ക് അദ്ദേഹത്തിൻ്റെ അംഗബലം, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഉറപ്പായി ഇന്ന് തന്നെ ഒരു സത്യപ്രതിജ്ഞയൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ടോ? കേരളത്തിലേക്ക് എല്ലാം ഗവർണറുടെ തീരുമാനമനുസരിച്ചിരിക്കും. ഗവർണർ എന്താണ് തീരുമാനിക്കുന്നത് എന്നനുസരിച്ചാണ് വിജയുടെ ഭാവി. എന്തായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ 120 എന്ന നമ്പറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ TTV ദിനകരൻ ഇന്നലെ രാത്രി നാടകീയമായി രംഗപ്രവേശം ചെയ്തു കൊടുത്ത ഒരു പരാതിയുണ്ട്. അതായത് AMMK-യുടെ MLA-യുടെ ഒരു പിന്തുണക്കത്ത് നൽകുന്ന ദൃശ്യങ്ങൾ ഇതിനുശേഷം TVക്ക് പുറത്തുവിടുകയും ചെയ്തു. ഇതിൻ്റെ പരിസരം ഇതാണ്. കാമരാജ് എന്ന മന്നാർകുടി MLA-യുടെ പിന്തുണക്കത്ത് വ്യാജമായിട്ടുണ്ട് ഉണ്ടാക്കി ഇന്നലെ ലോക് ഭവനിൽ എത്തിച്ചു എന്നാണ് TTV ദിനകരൻ ആരോപിക്കുന്നത്. ഈ സൈൻ ചെയ്യുന്ന കത്താണ് നേരത്തെ പറഞ്ഞതുപോലെ കാറിലിരുന്ന് ഈ കാമരാജ് കത്തൊപ്പിടുന്ന വീഡിയോ ഇതിന് പിന്നാലെ TVക്ക് പുറത്തുവിടുന്നുണ്ട്. ഈ വീഡിയോ അടക്കം AI ആണ്, വ്യാജമാണ് എന്നാണ് ദിനകരൻ ആരോപിക്കുന്നത്. അതായത് ഒരു കുതിരക്കച്ചവടത്തിന് ശ്രമിച്ചു എന്നും ജനവിധി അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും കുതിരക്കച്ചവടം നടത്തി ഈ പിന്തുണ സംഘടിപ്പിച്ചു എന്നുമാണ് TTV ദിനകരൻ ആരോപിക്കുന്നത്. അതിനെതിരെ വിജയ്ക്കെതിരെ പോലീസ് കേസെടുക്കണമെന്ന് TTV ദിനകരൻ ആവശ്യപ്പെടുന്നു. ഗവർണർ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഗവർണർക്ക് വിവേചനാധികാരമുണ്ട്. ഇപ്പോൾ കിട്ടിയ ഈ 120 എന്ന ഭൂരിപക്ഷം ഒരു പക്ഷേ ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തി സംഘടിപ്പിച്ചതാണ് എന്ന് ഗവർണർക്ക് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അദ്ദേഹം ബോധ്യപ്പെട്ടതായി തീരുമാനിച്ചാൽ, അദ്ദേഹത്തിന് ഈ നടപടികളാകെ മരവിപ്പിക്കാൻ കഴിയും, റദ്ദു ചെയ്യാൻ കഴിയും. 10-ാം തീയതി വരെ ഇത് നീട്ടാൻ കഴിയും. നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി എഴുതിയ ഒരു ഡേറ്റോ മറ്റോ ഇല്ല, എങ്കിലും 10-ാം തീയതി വരെ സമയം കൊടുക്കും. അതിനകത്ത് ഭൂരിപക്ഷം തെളിയിച്ചില്ലെങ്കിൽ വിജയ്ക്ക് പിന്നീട് ഭൂരിപക്ഷം തെളിയിക്കാനുള്ള അവസരമുണ്ടാകില്ല. മാത്രമല്ല, ഒരു പ്രസിഡൻഷ്യൽ റൂളിലേക്ക് അല്ലെങ്കിൽ പ്രസിഡന്റ് ഭരണത്തിലേക്ക് പോകും എന്ന മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഏത് വിധേനയെങ്കിലും ഇതൊന്ന് നീട്ടിവെക്കാനാണ്, സമയം നീട്ടിവെക്കാനാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഗവർണർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇതിൻ്റെ ഇടയിൽ പലവിധ രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം VC-K തീരുമാനമെടുത്തതാണ് ഈ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി. എന്നാൽ അവരുടെ ബാർഗെയിനിങ്ങിന് വേണ്ടി ഒരു പകൽ മൊത്തം വച്ചു അതിനുശേഷം AIDMK-യുടെ ചില നേതാക്കൾ EPS-മായി അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്ന് വിജയെ കാണാൻ ശ്രമിക്കുന്നതായി, 35 അംഗങ്ങളുമായി കാണാൻ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ വന്നു. ആ സമയത്താണ് വളരെ പെട്ടെന്ന് വിജയ്
ക്ഷമിക്കണം TVKയുടെ കാര്യങ്ങൾ വേഗത്തിലാക്കിയത്. ഇന്ന് രാവിലെ നമുക്കറിയാം 10 മണി മുതൽ TVKയുടെ VCKയുടെ ഓഫീസിൽ മാധ്യമപ്രവർത്തകരാകെ കാത്തു നിൽക്കുകയായിരുന്നു. എന്നാൽ പെരുമാവളവൻ എവിടെയാണെന്ന് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. പെരുമാവളവൻ്റെ 2 MLA-മാരാണ് ഈ പിന്തുണയ്ക്ക് വേണ്ടി കൂടെയുള്ളത്. ഈ 2 MLA-മാരുടെയും അടക്കം പിന്തുണ വൈകുന്നേരത്തോടു കൂടിയിട്ടാണ്. അങ്ങനെ എല്ലാവരുടെയും പിന്തുണയൊക്കെ ഉറപ്പാക്കി 120 പേരുമായി വിജയ് ലോക് ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കാണും. മന്ത്രിസഭ രൂപീകരിക്കാനുള്ള സാവകാശം ചോദിക്കും. അതിന് ഗവർണർ എടുക്കുന്ന തീരുമാനം അനുസരിച്ചിരിക്കും വിജയുടെ സത്യപ്രതിജ്ഞ, TVKയുടെ സത്യപ്രതിജ്ഞ എപ്പോഴുണ്ടാകുമെന്നുള്ളത്. ഒരുപക്ഷെ ഇന്നാകാം, അതല്ലെങ്കിൽ നാളെയാകാം. അങ്ങനെ തമിഴകത്ത് നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊക്കെയും അല്ലെങ്കിൽ ഒരു ഭരണ പ്രതിസന്ധിക്കൊക്കെയും ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോഴും പറയേണ്ട കാര്യം, ഇതിൽ ഗവർണറുടെ നിലപാട് ഏറെ നിർണായകമാകും.